ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ മറ്റൊരു ഉത്സവം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് വേറെ ഒരു പണിയില്ല, എല്ലാ ഉത്സവവും കൂടി നടക്കുകയാണോയെന്ന്. സത്യം പറയാലോ ഗായ്സ്, ഇക്കൊല്ലം ഞാൻ പഠിക്കാനും പോയിട്ടില്ല, പണിക്കും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാ ഉത്സവവും ഇക്കൊല്ലം എനിക്ക് കൂടാൻ പറ്റി. എല്ലാ ഉത്സവപ്പറമ്പും പോയി ഫുഡ് കഴിക്കാനും പറ്റി. അപ്പോൾ അതൊക്കെ തോന്നുന്നത് ഇക്കൊല്ലത്തെ അവസാനത്തെ ഉത്സവമായിരിക്കും, ഇനി പോലുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ രാത്രിയായിരുന്നു ഞങ്ങൾ ഈ ഉത്സവത്തിന് പോയത്. അപ്പോൾ ഈ താലപ്പൊലീൻ്റെ ഒരു അമ്പലം ചുറ്റണ ആ ഒരു സമയത്ത് ഞങ്ങൾ പോയത്. അപ്പോൾ തിറയൊക്കെ ഉണ്ടായിരുന്നു. തിറേൻ്റെ അടുത്തു നിന്നുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റും. തിറ ഓടി വന്ന് പേടിപ്പിക്കുന്നത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇതാദ്യമായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ശരിക്കും പറയാലോ, നല്ലോണം പേടിച്ചു പോയി. പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഓടി ഇങ്ങോട്ട് വരിക ചെയ്യുക. ഈ തിറേൻ്റെ പേര് ഭഗവതി തിറയാണെന്ന് തോന്നുന്നു. കണ്ട പേടിച്ചിട്ട് ഫോണൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ട്, അത് നോക്കണ്ട. അങ്ങനെ പിന്നെ കുറേ നേരം തറേൻ്റെ ഓരോരോ ഇതൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെയാണ് പറയാറില്ല. ഇതിന് ശേഷം അവിടെ വേറെയും തറകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നിട്ടില്ല. ഇതെന്നെ കണ്ടപ്പോൾ തന്നെ പേടിച്ചിന്. ഭഗവതിത്തറയാണിതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരുടെ ഈ ചമയങ്ങളും. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഏറ്റവും രസം എന്താ വെച്ചാൽ ഇത് കിണറിൻ്റെ മുകളിലൊക്കെ കയറണ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും നമ്മൾ പേടിച്ചു പോവും. പെട്ടെന്ന് ഇവരുടെ ഒരു എക്സ്പ്രഷൻസ് മുഖത്തൊക്കെ വരണ കണ്ടോ. കുട്ടികളൊക്കെ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. 2 തറകളുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്നൊന്നും, ഐതിഹ്യം എന്താണെന്നും അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. ഈ ചെണ്ടമേളത്തിനനുസരിച്ചുള്ള ഇവരുടെ ഈ ഒരു താളം വെക്കലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പം നോക്കിക്കേ, കിണറിൻ്റെ മുകളിലേക്ക് ഓടി കയറും കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയായി പോവും. ഇത് നല്ല ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നു, പക്ഷെ എൻ്റെ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റീൻ്റെ ഒരു പ്രശ്നം കാരണം ഇതൊന്നും വൃത്തിക്ക് കിട്ടിയില്ല. ഒരുമാതിരി ഒരു മങ്ങി കിടക്കണുണ്ടാവും. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ക്ലാരിറ്റിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല ഫോണില്ല, അതാണ് കാര്യം. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതേമാതിരി തറ കിണറിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് പേടിപ്പിക്കുന്നതൊക്കെ ഒരു സീനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞേരം ലാസ്റ്റ് വെടിക്കെട്ടിന് ഗംഭീരമായൊരു വെടിക്കെട്ട്, പല കളറുകളിലായിട്ട് ഇങ്ങനെ ആകാശത്ത് പോയി പൊട്ടണ തരത്തിലുള്ളതും പിന്നെ അല്ലാത്ത ടൈപ്പും ഉണ്ടായിരുന്നു. നമ്മളെ ഈ ഗുണ്ട് പോലത്തെ വലിയ വലിയ പടക്കങ്ങളുണ്ടാവില്ലേ, ഭയങ്കര സൗണ്ടുള്ള, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതേമാതിരത്തെ ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും പോകും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതേമാതിരത്തെ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ.